സോഴ്സാണ് നമ്മളിന്ന് പ്ലസ് വൺകാർക്ക് വേണ്ടിയുള്ള റെഗുലറും അതേപോലെ പ്ലസ് ടു ഫെയിൽ ആയവർ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എഴുതുന്നവർക്ക് വേണ്ടിയുള്ള ഏറ്റവും വെയിറ്റേജ് ഉള്ളതും അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അതിനുള്ളിലെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇതൊരു ഷുവർ ക്വസ്റ്റൻ ആണ്. ഇതിനുള്ളിലെ ഒരു ഇമ്പോർട്ടന്റ് വേർഡാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഈ വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് എല്ലാ വർഷവും ചോദിക്കും. 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. അത് നമുക്കൊരു 6-7 എണ്ണം പഠിച്ചാൽ മതി, അതിനുള്ളിൽ നിന്ന് ഒരെണ്ണം കിട്ടും. ഇതിപ്പോ നമ്മൾ ചെയ്തേക്കുന്നത് ഒരു പോളിനോമിയൽ ടൈപ്പാണ്. സാധാരണ കൂടെ ചോദിക്കുന്നതും പോളിനോമിയൽ ചോദിക്കാം, പിന്നുള്ളത് ട്രിഗണോമെട്രിയാണ്. സൈന്, കോസ്, ടാന്, കോട്ട്, ഈ 4 പേരിൽ നിന്നും ഒക്കെയാണ് ചോദിക്കാറുള്ളത്. അപ്പൊ ഇവരെ പഠിക്കുക. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസുകൾ കുറെ പ്രാക്ടീസ് ചെയ്താൽ ഈ ടോപ്പിക്കിൽ നിന്നുള്ള 3 മാർക്ക് കിട്ടും. പിന്നെ നമ്മുടെ ഡെറിവേറ്റീവ്സ് ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റണം. പിന്നുള്ളത് നമ്മുടെ പ്രോഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പഠിച്ചാൽ ഓക്കെയാണ്. നമ്മുടെ ക്ലാസ് ഉള്ളത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഫുൾ മാർക്കിൽ എത്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും അതിന്റെ മെറ്റീരിയലും വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം തരും. 6 മാർക്സും 4 മാർക്സും ഒക്കെ ഏതൊക്കെ ക്വസ്റ്റൻ ആണ് ചോദിക്കുന്നത് പറയും. ഓക്കെ, ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. റിവിഷൻ സീരീസ് ആണ് നമ്മുടെ ക്ലാസ് ആയിട്ട് തരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. Find the derivative of f of x equal to 3x square plus 5 from first principle. അതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മൾ ആദ്യം f of x is equal to 3x square plus 5. Then f of x plus h എന്ന് എഴുതണേ. f of x plus h എന്ന് പറഞ്ഞാൽ 3 into ഈ x എന്നുള്ളത് x plus h ആക്കണം. ഓക്കെ, എന്നിട്ട് ഈ സ്ക്വയർ അതിന് കൊടുക്കണം പ്ലസ് 5. ഇതാണ് f of x plus h. ഒന്നുകൂടെ f of x 3x square plus 5. then f of x plus h എന്ന് പറഞ്ഞാൽ ഈ x എന്ന് പറഞ്ഞാൽ 2 പേരാവും. ആരൊക്കെയാ? x plus h the whole square plus 5. ഇത്രേ ഉള്ളൂ. എന്നിട്ട് ഇനി നമ്മുടെ ഡെറിവേറ്റീവിന്റെ ഫോർമുല ലിമിറ്റ് h ടെൻസ് 0. ഇപ്പൊ f dash x എന്നാണ് ഡെറിവേറ്റീവിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു നൊട്ടേഷൻ. അല്ലെങ്കിൽ dy by dx ഡിനോട്ട് ചെയ്യാൻ പലതുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ f dash x ആണ് ഇപ്പൊ വേണ്ടത് പ്ലസ് 1-ൽ. that is limit h ടെൻസ് 0 f of x plus h minus f of x whole divided by h. ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവിനെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ലിമിറ്റ് h ടെൻസ് 0 f of x plus h minus f of x whole divided by h. ഇത് മറന്നു പോകരുത് കേട്ടോ, പഠിച്ചു വെക്കണം. that is equal to limit h ടെൻസ് 0 f of x plus h എന്ന് പറഞ്ഞാൽ 3 into x plus h the whole square plus 5 in bracket minus f of x നമ്മുടെ ക്വസ്റ്റ്യൻ ആരാണത്? 3x square plus 5, അതും ബ്രാക്കറ്റ് വേണം, whole divided by h. that is equal to limit h tends to 0 3 into x plus h the whole square is in the form of a plus b the whole square, a square plus 2ab plus b square. അങ്ങനെ വരുമ്പോൾ x plus h the whole square വരുമ്പോൾ x square 2x into h, that is 2xh plus b square എന്ന് പറയുമ്പോൾ h square plus 5 പുറത്ത് മൈനസ് ഇത് അതേപോലെ തന്നെ 3x square plus 5. ഇപ്പൊ ഒന്നും ചെയ്യേണ്ട, അടുത്ത എല്ലാം നമുക്ക് മാറ്റാം ബൈ ആരാണ്? h. ഇനി നമുക്ക് ഈ 3 അകത്തോട്ട് എല്ലാവരും ഇൻറ്റു ചെയ്യണം കേട്ടോ. ബ്രാക്കറ്റ് എല്ലാം ഓപ്പൺ ആകാൻ പോവാണേ. that is equal to limit h tends to 0 3 അകത്തോട്ട് ഇനി 3 into x square, first term becomes 3x square 3 into 2xh, that is 6xh. അടുത്ത 3 into h square, that is 3h square plus 5 പുറത്ത് അതേപോലെ കൊണ്ട് എഴുതുക. ഇവിടെ നോക്കിക്കേ, മൈനസ് ഓഫ് ബ്രാക്കറ്റ് ആണ്. മൈനസ് അകത്തോട്ട് പോകുമ്പോൾ ഈ 2 പേരും മൈനസ് ആവും. മൈനസ് 3x square മൈനസ് 5 എന്ന് വരും. ഓക്കെ, 2 നെഗറ്റീവ് ആവും. മൈനസ് 3x square മൈനസ് 5. ചില ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ ടേമിന് മാത്രമേ മൈനസ് കൊടുക്കുന്നുള്ളൂ, മറ്റുള്ളതെല്ലാം ബാക്കിയുള്ള സൈൻ അതേപോലെ നോക്കി എഴുതുന്നത് ശരിയല്ല. ഈ മൈനസ് ഇവരെ 2 പേരെയും മൈനസ് ആകും. ഓക്കെ, ബൈ h. ഇനി ന്യൂമറേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, പ്ലസ് 3x square മൈനസ് 3x square ക്യാൻസൽ ആയി, പ്ലസ് 5 മൈനസ് 5 ക്യാൻസൽ ആയി എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിലെ ഈ 2 ടേംസ് ഇവിടെ ക്യാൻസൽ ആവും. അതാണ് പോളിനോമിയലിന്റെ പ്രത്യേകത. that is equal to ലിമിറ്റ് h ടെൻസ് 0. ബാക്കി റിമൈനിങ് ടൈംസ് ആരൊക്കെയാണ്? 6h ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഒരു 3h square ഉണ്ട്, മറ്റുള്ളതെല്ലാം ക്യാൻസൽ ആയി. ഈ 6h ലും h ഉണ്ട്, 3h square നുള്ളിൽ h ഉണ്ട്. അപ്പൊ h നമുക്ക് എന്തെടുക്കാം? കോമൺ എടുക്കാം.
ഇവിടെ ഒരു എച്ച്, ഇവിടെ രണ്ടെണ്ണം ഉണ്ട് എച്ച് സ്ക്വയർ. അപ്പം എച്ച് ഇങ്ങനെ ഒരെണ്ണം കോമൺ എടുത്താൽ ബാക്കി കിട്ടുന്നത് 6x പ്ലസ് 3h. 6x നിന്ന് ഈ എച്ച് പോയി കഴിഞ്ഞാൽ 6x. 3h സ്ക്വയർ നിന്ന് ഒരു എച്ച് പോയി, ബാക്കി 3 ഉണ്ട്, ഒരു എച്ച് ഉണ്ട്, 3h ബൈ എച്ച്. അന്നേരം എന്ത് സംഭവിക്കും? എച്ച് വെട്ടിപ്പോയി. ഇവന് വേണ്ടി നമ്മൾ തന്നെ ഈ എച്ച് ഉണ്ടല്ലോ, ഈ എച്ചിന് ഇങ്ങനെ ഉള്ള ഇത്രയും വന്നപ്പോഴാണ് ക്യാൻസൽ ആയത്. ഈ എച്ച് പോകാതെ പണി പറ്റത്തില്ല. എച്ചിന് ക്യാൻസൽ ആയി. ബാക്കി ഇനിയുള്ളത് 6x-ഉം 3h ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എച്ച് കാണുന്നത് ആരെന്ന് കൊടുക്കാം, 0 എന്ന് കൊടുക്കാം. ഇവിടെ എച്ച് ഇല്ലാത്തതുകൊണ്ട് അത് നോക്കി എഴുതി. ഈ എച്ച് ഉള്ളിടത്ത് 0 കൊടുക്കുമ്പോൾ 3 into 0, ആൻസർ 6x plus 0. ഫൈനൽ ആൻസർ ഈസ് 6x. അപ്പോൾ 3x square plus 5ന്റെ ഡെറിവേറ്റീവ് നമ്മൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പ്രകാരം ചെയ്തപ്പോൾ കിട്ടിയ 6x. ഈ മെത്തേഡ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്, പക്ഷേ നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് 3 മാർക്ക് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളാം. ചെറിയ ക്വസ്റ്റ്യൻ ആയിരിക്കും, വലിയ ക്വസ്റ്റ്യൻ ഒന്നും അല്ല കേട്ടോ. ചെറിയ പ്രോബ്ലം ആയിരിക്കും, പക്ഷേ ഈ പേര് കാണാം. ഈ പേര് കാണുമ്പോൾ ഈ മെത്തേഡ് വലുതായതുകൊണ്ട് ഒത്തിരി വരും കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. പിന്നെ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ കോൾ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.